പെൺമക്കളെ മഠത്തിൽ വിടുന്നതിലും നല്ലത് കൊന്നുകളയുന്നതാണ് എന്ന തന്റെ വീഡിയോയിലൂടെ സകല ക്രൈസ്തവ വിശ്വാസികളെയും ആഹ്വാനം ചെയ്യുന്ന തമ്പു പാസ്റ്ററിനോട് ഒരു വാക്ക്. ഇതൊരു അനുഭൂതിയല്ല സാർ, മറിച്ച് അനുഗ്രഹമാണ്. ദൈവത്തിന്റെ സവിശേഷമായ വിളിയുടെ അനുഗ്രഹം. അങ്ങേ കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ചൂഷണം, വാക്കുകളിലൂടെയുള്ള ചൂഷണം. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ കാഞ്ഞിരപ്പള്ളി വിമല പ്രോവിൻസിലെ അംഗമായ ഞാൻ ഇപ്പോൾ ഫിലിപ്പൈൻസിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുന്നു. അടിപതരാത്ത ആത്മാഭിമാനത്തോടെ സന്യാസത്തിന്റെ പടികൾ ചവിട്ടിക്കയറി ആത്മസംതൃപ്തിയോടെയാണ് ഈ സന്യാസത്തിലായിരിക്കുക. മനുഷ്യത്വം പ്രസംഗിക്കുന്നു എന്ന വ്യാജേന മനുഷ്യത്വത്തിന് അതിർവരമ്പുകൾ സ്വന്തം വാക്കുകളിലൂടെ തന്നെ നിഷേധിച്ചുകൊണ്ട് പെൺമക്കളെ മഠത്തിൽ വിടുന്നതിലും നല്ലത് കൊന്നുകളയുന്നതാണ് എന്ന തന്റെ വീഡിയോയിലൂടെ സകല ക്രൈസ്തവ വിശ്വാസികളെയും ആഹ്വാനം ചെയ്യുന്ന തമ്പു പാസ്റ്ററിനോട് ഒരു വാക്ക്. വിദ്യാഭ്യാസ വിദൂഷകനും സേനേ ചർച്ചിന്റെ ആത്മീയ ഉപദേഷ്ടാവും എന്നൊക്കെ ഖ്യാതിയുള്ള അങ്ങയുടെ വാക്കുകളിൽ കത്തോലിക്ക സഭയോടുള്ള വിദ്വേഷത്തിന്റെയും പകയുടെയും അസൂയയുടെയും വിഷം നുരഞ്ഞു പൊന്തുന്നു എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനാകുമോ? ഒന്നും അറിയാൻ പ്രായമാകാത്ത ഒരു കാലത്ത് സന്യാസത്തിൽ പ്രവേശിക്കുന്നതിനെ പറ്റിയാണല്ലോ അങ്ങയുടെ രോദനം. 6-7 വർഷത്തെ സന്യാസ പരിശീലനത്തിനു ശേഷം സന്യാസം എന്തെന്ന് നന്നായി പഠിച്ച് മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടും സമ്മതത്തോടും കൂടെയാണ് ഒരാൾ ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്തോ ബാഹ്യമായൊരു അനുഭൂതിയുടെ പേരിൽ അകത്ത് പ്രവേശിക്കുന്നവർ എന്ന അങ്ങയുടെ ഫിലോസഫി ഒരിക്കലും ശരിയല്ല. കാരണം ഒരു ബാഹ്യ അനുഭൂതിയുടെ പേരിലും ആജീവനാന്തം ഒരാൾക്ക് ഇങ്ങനെ ഇതിൽ തുടരാനാകുമോ? ഇതൊരു അനുഭൂതിയല്ല സാർ, മറിച്ച് അനുഗ്രഹമാണ്. ദൈവത്തിന്റെ സവിശേഷമായ വിളിയുടെ അനുഗ്രഹം. സന്യാസിനിയായാൽ മനുഷ്യത്വം അവസാനിച്ചു എന്നതാണ് അങ്ങയുടെ അടുത്ത വിലാപം. എന്താണാവോ അങ്ങ് അർത്ഥമാക്കുന്ന ഈ മനുഷ്യത്വം? ആലംബഹീനർക്ക് അഭയമാകുന്നതാണോ മനുഷ്യത്വം അവസാനിച്ചു എന്നതുകൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത്? രോഗികളെ പരിചരിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതുമാണോ അങ്ങയുടെ ഭാഷയിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം? മനുഷ്യബന്ധങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയെ വളർത്തുമെന്നും കുടുംബ ബന്ധങ്ങൾ അവനിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്നും നല്ല ബോധ്യമുള്ള ബിഷപ്പിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് നരാധമന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാനുള്ള കുൽസിത നീക്കമായി അതിനെ അധപതിപ്പിക്കുന്ന അങ്ങയുടെ കുടില ബുദ്ധി അപാരം തന്നെ. സാമൂഹ്യശാസ്ത്രത്തിന്റെ സാമാന്യ ബോധ്യം പോലും അങ്ങേക്കില്ലല്ലോ. കർത്താവിന്റെ മണവാട്ടികൾ എന്ന വ്യാജേന നാം അവരെ ഈ ചെന്നായ്ക്കളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് എന്ന് താങ്കൾ പറയുമ്പോൾ 1-2 പേരുടെ അപജയങ്ങളെ സാമാന്യവൽക്കരണത്തിലൂടെ ഉയർത്തിക്കാട്ടി പൗരോഹിത്യത്തെയും സന്യാസത്തെയും ഇല്ലായ്മ ചെയ്യാനുള്ള മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ ഗൂഢതന്ത്രങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് വിചാരിക്കേണ്ട. സാറിന് പുരോഹിതരോടെന്തോ പടലപ്പിണക്കങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിചാരിച്ചാൽ അതിൽ അതിശയം പറയാനുണ്ടോ? ഞാൻ ഉൾപ്പെടുന്ന സന്യാസിനി സമൂഹത്തിൽ ഏകദേശം 4000 പേരുണ്ട്. കത്തോലിക്ക സഭയിൽ ലക്ഷോപലക്ഷം പേരും. കർത്താവിന് വേണ്ടി സമർപ്പിതരായ ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളല്ല. ഞങ്ങൾ എറിഞ്ഞു കൊടുക്കപ്പെട്ടവരാണ് എന്നത് സത്യം. അത് ദൈവത്തിന്റെ അനന്ത പരിപാലനയുടെ കരങ്ങളിലേക്കാണെന്ന് മാത്രം. കത്തോലിക്ക സഭയിൽ ഞങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്കില്ലാത്ത ഈ വേദന സാറിൽ കാണുമ്പോൾ സ്വന്തം വീട്ടിലെ പ്രശ്നം പരിഹരിച്ചിട്ട് പോരെ അയൽപക്കത്തെ വീട് നന്നാക്കാൻ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ധാർഷ്ട്യത്തോടെ ഒരു കന്യാസ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അങ്ങേക്ക് ഈ അവസ്ഥയെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് ഞങ്ങൾ സമർപ്പിതർക്ക് ബോധ്യമായി. ചൂഷണം ചെയ്താൽ പ്രതിരോധിക്കാൻ അതിനവർക്ക് അവകാശമില്ല എന്ന അങ്ങയുടെ രോദനത്തിന് അങ്ങേ കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ചൂഷണം, വാക്കുകളിലൂടെയുള്ള ചൂഷണം എന്ന സത്യം താങ്കൾ തിരിച്ചറിയാനാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ താങ്കൾ ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. പ്രതികരിക്കാനും പ്രതിരോധിക്കാനുമുള്ള അവകാശവും സാധ്യതകളും ഞങ്ങൾക്കുണ്ട്.